ഹലോ ഗായ്സ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു വൂൾഫ് ഗെയിമിംഗ്. അപ്പം നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിം എം സിയുടെ മൾട്ടിപ്ലെയർ സെർവറിലെ പാർട്ട് 2 ആണ് ഗൈസ്. കഴിഞ്ഞ ദിവസം വരെ നമ്മൾ ഒരെണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു, പാർട്ട് 1 ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആണ് ഇന്ന് വന്നിരിക്കുന്നത് പാർട്ട് 2 ആയിട്ടാണ്. നമ്മുടെ ഇവിടെ സെയിൻറ്റ് തന്നെയുണ്ട് ഗൈസ് കൂടെ. അപ്പോൾ ആണേലും ഞങ്ങൾ കുറച്ചൊന്ന് ഓഫ്ലൈനിൽ ഗ്രൈൻഡ് ചെയ്തു. ഞങ്ങളല്ല, അവൻ മാത്രമേ ഗ്രൈൻഡ് ചെയ്തുള്ളൂ ഗൈസ്. അവനാണ്ട് ഗൈസ് ഇത്രയും സാധനങ്ങളൊക്കെ എടുത്തിട്ട് വേഗം എടാ എന്തുവാ ഗൈസ് ചത്ത് ഗൈസ്. ഇവൻ എന്നെ എപ്പോഴും കൊല്ലും ഗൈസ്. കഴിഞ്ഞ എപ്പിസോഡ് അതിൻ്റെ ഇടയ്ക്കിടെ ഈ ക്യാമറ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഗൈസ്, അവൻ എന്നെ എപ്പോഴും കൊല്ലും ഗൈസ്. അവൻ PvP ഗോഡാണ് ഗൈസ്. റോബ്ലോക്സിൽ പോലും PvP ഗെയിംസ് ആണ് കളിക്കാറ്. ഓക്കെ, സോ നിങ്ങൾ എല്ലാവരും മറക്കാതെ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ. ഗെയിമിംഗ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ വീടുണ്ടാക്കണം. അപ്പോൾ ഇന്നെന്താണെങ്കിലും ഞാൻ വിചാരിക്കുന്നത് ഒരു വീടുണ്ടാക്കാം ഗൈസ്. നമുക്ക് ഒരു സ്റ്റാർട്ടിങ് ബേസ് പോലെ സെറ്റാക്കാം. ഇവിടെ എവിടെ സെറ്റാക്കാം? ഇവിടെയൊക്കെ ആയിട്ട് അങ്ങ് സെറ്റാക്കാം. മാക്സിമം വുഡ് കളക്ട് ചെയ്തോ. വാറോ? ചിലപ്പോ ഇടയ്ക്കിടയ്ക്ക് ചെറിയ വാർസ് ഒക്കെ ഉണ്ടാക്കും. അത് നമുക്ക് ഇച്ചിരി ഇതാ ബോറടി ആകുമ്പോഴത്തെ ചെറിയ വാർസ് ഒക്കെ ഉണ്ടാക്കും. അവനിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ അവനിപ്പോ ഒന്ന് തന്നെ കൊല്ലും, എനിക്ക് തോന്നുന്നു. എടാ, എനിക്ക് ഇന്നത്തെ ഏറ്റവും സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള തോന്നിയത് എന്നാന്നറിയോ? ഈ പുല്ല് പറിക്കില്ല. ചുമ്മാ അങ്ങ് അങ്ങോട്ട് വിട്ട് എടാ കുറച്ച് വുഡ് കളക്ട് ചെയ്യുവോടാ. പണിക്കാരോ തനിക്ക് ചെയ്തില്ല? എടാ ഞാൻ കളക്ട് ചെയ്യുവാടാ. എടാ ഈ പുല്ല് കളയാൻ ഒരു ചെറിയ മാർഗമുണ്ട്. ഇതൊക്കെ അങ്ങ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ബിഗ് ബ്രെയിൻ. ഞാൻ ചുമ്മാ പറഞ്ഞു. എന്ത് ബിഗ് ബ്രെയിൻ ആണ് ചുമ്മാ. കൊറേ വുഡ് കളക്ട് ചെയ്യാം. എടാ കൊറേയൊക്കെ കളക്ട് ചെയ്യടാ. ഞാനിപ്പോ 29 ലോഗ് കളക്ട് ചെയ്തു. നമുക്കൊരു 3 സ്റ്റാക്കോ 4 സ്റ്റാക്കോ വേണം. ഞാൻ 29 എണ്ണം ക്രിയേറ്റ് ചെയ്തു. നമ്മൾ വേൾഡ് വാർ 2 ഉണ്ടാക്കാൻ പോവാണ് ചിലപ്പോൾ. വേൾഡ് വാർ 2ഓ? ഞാൻ ഉദ്ദേശിച്ചത് എന്നാന്ന് വെച്ചാല് കൊറേ നാള് കഴിയുമ്പോ നമ്മള് കുറച്ചുകൂടെ ഒക്കെ ഇത് ആയി കഴിയുമ്പോ നമ്മൾ ചുമ്മാ ഒരു വാർ ഉണ്ടാക്കുകയെന്ന്. വാറുണ്ടാവും. ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ചിലപ്പോ കുറച്ച് റെഡ് സ്റ്റോൺ വെച്ചിട്ട് സംഭവം ഉണ്ടാക്കും. സംഭവം എന്നാന്ന് വെച്ചാൽ വീട് പൊട്ടിക്കുന്നത്. അതല്ല ഞാനൊരു ഫിഷിംഗ് റോഡ് വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്താ ഒരു 200x200 ബ്ലോക്സ് റേഞ്ചിന്റെ ഒന്നും കാണത്തില്ലായിരുന്നു ഇങ്ങോട്ടോ. മനസ്സിലായി. അതന്നെ. എടാ മറ്റേ പറയുന്നത് അല്ല, നമ്മള് അതിനൊരു പേരുണ്ട്. ഓർബിറ്റൽ സ്ട്രൈക്ക് കാനൺ. എടാ നീ ഈ വേൾഡ് മുഴുവൻ നശിപ്പിക്കുവോടാ? ഡെസ്ട്രോയിങ് മൈൻഡ് ആണ് ഗൈസ്. നമുക്ക് ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല ഗൈസ്. കൂടുതൽ വെബോന്റെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട്. എടാ നമ്മളവിടെ വന്നപ്പോ എങ്ങനെ ഉണ്ടായിരുന്ന സ്ഥലം ഇപ്പൊ ഒന്ന് നോക്കിയ മൈതാനം പോലെ കിടക്കണേ. പോപ്പുലേഷൻ. യെസ്. ഞാനെല്ലാം കുറച്ച് ഓഫ്ലൈനിൽ കുറച്ച് വുഡ് ഒന്ന് ഒപ്പിച്ചിട്ട് വരാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ബോറിംഗ് ആയിരിക്കും ഗൈസ്. അത് കുറച്ചാണ് ഞാൻ ഓഫ്ലൈനിൽ ഒപ്പിച്ചിട്ട് വരാം. ഞാൻ കുറച്ച് വുഡൊക്കെ മൈൻഡ് ചെയ്തു. അങ്ങനെ അവനും കൂടെ കൂടിയാണ്. അവൻ അതിന്റെ ഇടയ്ക്കൂടെ എന്നെ കൊല്ലാൻ നോക്കുന്നു ഗൈസ്. ഞാനിപ്പോ ചാവും. 2 സ്റ്റാക്ക് 41 എണ്ണം കിട്ടി, അത് മതിയായിരിക്കും. എടാ പോടാ, എനിക്ക് ഹങ്കറും കുറവ്. അല്ലെ ഫുഡ് 15 എണ്ണം ഉള്ളു സ്റ്റേക്ക്.
ഓക്കെ നമുക്ക് ഉം. വീട് ബിൽഡ് ചെയ്ത് തുടങ്ങാം. ആ, മട്ടൻ കിട്ടി 5 4 ബ്ലോക്ക് ഹൈറ്റിൽ ഞാൻ ഉം, വീട് വെക്കുവാണ് ഗൈസ്. ഉം. എങ്ങനെ ഉണ്ടായിരുന്നു ക്ലച്ച്? ഇതിന് സ്റ്റിക്ക് 28 താങ്ക്സ്. ഏ ഇതോ എടാ ഫസ്റ്റ് കൊല്ലല്ലോ വില്ലേജ് ആ തീർത്ത ശരി. സാധനം ഞാൻ കൊല്ലുക. എടാ കൊല്ലല്ലോ, എനിക്കും കൂടെ ട്രേഡ് നോക്കണം. ട്രേഡ് നോക്കണം എനിക്ക്. എനിക്ക് ട്രേഡ് നോക്കണം. ബേക്കഡ്. എടാ ഇത് എമറാൾഡ്. എടാ ഇതിനെ കൊല്ലല്ലേ. എടാ നീ പൊട്ടറാണോ? ഇറങ്ങിയ ട്രേഡ് ഇറങ്ങിയിട്ട് എനിക്ക് ആവശ്യം മാറും. ഇവനെ കൊല്ലല്ലോ. എടാ അവന് കുപ്പി കൊടുത്തു കഴിഞ്ഞാൽ അവൻ നമുക്ക് ഇത് കിട്ടും, എമറാൾഡ്. അവനെ കൊല്ലല്ലോ. വെയിറ്റ് ബ്രോ. ഞാൻ കൊന്നില്ല. എടാ ഈ പൊട്ട ലാമ അതിനെ തുപ്പിക്കൊന്നു. എടാ നീ ആ ലാമേനെ പോയി അടിക്കാൻ. ഞാനല്ല അല്ല നീ ആ ലാമേനെ പോയി അടിക്കാൻ നോക്ക്. ഞാനല്ല കള്ള ലാമൻ. നീ എന്നെ കൊണ്ടൊക്കെ. ഓക്കെ അവൻ ചത്തു. നല്ലൊരു ട്രേഡ് ആയിരുന്നു ചോദിച്ചത്. നമുക്ക് എമറാൾഡ് കൊപ്പിക്കാൻ സിമ്പിൾ ആയിരുന്നു. പക്ഷെ ആ ലാമേനെ തുപ്പിക്കണം. ട്രേഡ് ചെയ്യണം പറഞ്ഞു. ഓക്കെ കുഴപ്പമില്ല. നമുക്കാണ് വെറുതെ ഒരു ബോട്ട് ഉണ്ടാക്കി. ഓക്കെ നമ്മളിവിടെ 4 ബ്ലോക്ക് ഹൈറ്റ് വെച്ച് നമുക്ക് ഉണ്ടാക്കാം. ഇവിടെ ഗൈസ് ഞാൻ എന്റെ മൈൻഡിൽ ചിന്തിക്കുന്ന സംഭവം ഞാൻ ചെയ്യണം. എന്ത് മറയടാ. ഇവിടെ 1 2 3 4. ഓക്കെ ഇങ്ങനെ ചെയ്ത് എത്ര പോകും? 3 അവിടെ 3 ഇത്ര 3 ഇങ്ങനെ 9. ഉണ്ടാക്കിയാ ഒത്തിരി ഫുഡ് വേസ്റ്റ് ആയി പോകും കേട്ടോ. സാരല്ല, ഭംഗി വേണോന്നേ. നമുക്ക് ഭംഗി മതി. സെറ്റ് ആക്കടാ. ഇതെവിടെയുള്ള ഭംഗി തിരിച്ചൊക്കെ തിരിച്ച് ബ്രോ ഇങ്ങനെ ഉണ്ടാക്കിയ നിങ്ങൾ ഗ്ലാസ് വെക്കുമ്പോ നിങ്ങൾ സെറ്റ് ആവണം. നീ വിഷമിക്കണ്ട. 5 6 7 8 9. ഞാൻ നമ്മളുടെ മൈൻക്രാഫ്റ്റിൽ 2 ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. PvP ബിൽഡിങ്, റെഡ് സ്റ്റോണ്, ഗ്രൈൻഡിങ്. അത് നമ്മളെ ഗൈസ് ഇവൻ ഭയങ്കര റെഡ് സ്റ്റോൺ കിങ് ആണ്. ഇവൻ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. 2 3. ശരിയാ, കഴിഞ്ഞ സർവറിൽ ഒരു ട്രാപ്പ് ഞാൻ ഉണ്ടാക്കിയായിരുന്നു. അത് ഞാൻ ഫിനിഷ് ചെയ്തായിരുന്നു. ചെയ്തോ? ഉം. തട്ടിട്ട് അതിന് ഓൾമോസ്റ്റ് കിട്ടി. പക്ഷെ ആ ട്രാപ്പ് എനിക്ക് വലിയ ആക്ടിവിറ്റി അറിയില്ല. ഇച്ചിരി പ്രാക്ടീസ് കാണും. ഓൾമോസ്റ്റ് ചെയ്തു. എടാ നീ പറഞ്ഞാ ശരിയടാ. നല്ല ഒരുപാട് വുഡ് വേണ്ടി വരുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല. ഇത്രയും ചെയ്തപ്പോ തന്നെ ഓൾമോസ്റ്റ് 1 സ്റ്റാക്ക് വുഡ് തീർന്നു. ഇനി പ്ലാൻസ് ഉണ്ടാക്കിയാൽ മതി. കുഴപ്പമില്ല. പ്ലാങ്ക്സ് ഒന്നും അപ്പൊ ഒരുമാതിരി ആയിരിക്കും. ഇത് കിടിലം ഡിസൈൻ ആട്ടോ. ഇത് മുകളിലോട്ട്, ഇത് സൈഡിലോട്ട്. വാവ്. എടാ ഒരു കാര്യം ചെയ്. നീ എടാ നീ എനിക്ക് ഹെൽപ്പ് ചെയ്യോ? ഇത് മൊത്തം പൊട്ടിക്ക്. ഈ ഒരു ലോഗ് എല്ലാ സൈഡിലത്തെയും കിട്ടി. എങ്ങനെ വുഡ് സേവ് ചെയ്യാന്ന് കിട്ടി. എന്നിട്ട് എടാ പ്ലാങ്ക്സ് നമുക്ക് ഇങ്ങനെ വെക്കാം. എടാ അവിടെ അങ്ങ് ലീവ്സ് കട്ട് ചെയ്ത് വെക്കാം. മനസ്സിലായി? എന്റെ ഇവിടെ എന്താ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് പ്ലാങ്ക്സ്. ലീവ്സ് വേണം, നമുക്ക് അയറൻ വേണം. രണ്ടാണ്. അതൊന്നും കുഴപ്പമില്ല. അത് സെറ്റ് ആക്കാം. കുറച്ച് വേണം ചെയ്താ പോരെ. ഞാൻ അതിനു വേണ്ടി ഇപ്പൊ പോരാ. ഞാൻ മൈനിങ് ട്രിപ്പിനോ ഇവരയർ വരാം. ഒരെണ്ണം വേണ്ടി പോകണ്ട. കുറച്ച് അയണിങ് എടുത്തോണ്ട് പോരെ. എടാ എനിക്കൊരു ഫുൾ ആർമർ വേണം കേട്ടോ, അയണിന്റെ. സെറ്റ് ചെയ്യും കേട്ടോ. ഓക്കെ അപ്പൊ നിങ്ങൾ എന്താണെങ്കിൽ നമ്മുടെ ഈ വീടിനെ ഒന്ന് നിങ്ങൾ റേറ്റ് ചെയ്യുക ഗൈസ്. ഒരു 10 റേറ്റ്. എന്ത് ഹൈറ്റാ. ഗെയിമും പോലെ ആ റിവ്യൂനും പോലെ അവിടുത്തെ റിവ്യൂനേക്കാൾ ഞാൻ പറഞ്ഞില്ലേ കേസ് ആൻഡ് ക്ലിപ്സ് അപ്ഡേറ്റ്
ആ മറ്റേ കേവ്സ് നന്നായി ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ ഞാൻ ഇത്ര പ്രോ ഒന്നല്ല വീടൊന്നും ഇങ്ങനെ ഉണ്ടാക്കാൻ. അതുകൊണ്ട് ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഞാനതെ കാണും, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. എന്നോടാ പറഞ്ഞേ? ഞാൻ ഒന്നുമില്ല. ആ ഉം. ഇല്ല, ഒന്നുമില്ല. 4 അയറനുണ്ട്, മതിയോ? 4 അയ്യോ, എണ്ണോ? കുറച്ചും കൂടെ ചെയ്യാൻ പറ്റുമോ? അത് ഒരു 10 എണ്ണം ആക്കാൻ പറ്റുമോ? എനിക്ക് അയൺ ആർമറും കൂടി വേണം. ഞാനിപ്പോഴും കോപ്പറിൽ തന്നെ. എടുക്കാം, പക്ഷെ കുറച്ച് പണി. ഞാൻ വീണ ഞാൻ എത്തും. ഓ ശരി, കുഴപ്പമില്ല, കുറച്ചൊക്കെ അത്യാഗ്രഹം വെച്ചോ. ആ, അല്ലെങ്കിൽ നമുക്ക് എന്താണെങ്കിലും ഒന്ന് ഐ- വെളിയിൽ പോണം, കുറച്ചൊന്ന് ഞാൻ ഇമോർട്ടൽ ഡീമൺ എന്നുള്ള ടൈറ്റില് വേണം. ഒരു പ്രാവശ്യം പോലും ചാവാൻ പാടില്ല. എനിക്ക് ബ്ലോക്ക് സ്പോർട്സിൽ ആ ടൈറ്റിൽ അൺലോക്ക് ആയിരുന്നു. ഓക്കെ ഞാൻ പറയുന്നതിന്റെ ഇമോർട്ടൽ പഴയ ഡീമൺ ഞാൻ ഇപ്പൊ എന്റെ മെയിൻ അക്കൗണ്ട് ഉണ്ടായിരുന്നു ഗൈസ്, അതിലെ കാര്യം ഞാൻ പറയണേ. അതിൻ്റെ അകത്ത് ഇങ്ങനെ പ്രോ ആണ് ഗൈസ്, അല്ലാതെ 1600 ലെവലും കണ്ടാണ്, 1650 40 കണ്ട്. 600 ഏ 500 അല്ല, ആദ്യം ലെവലപ്പ് ചെയ്തായിരുന്നടാ. സെക്കൻഡ് സീനല്ലേ? അത് ഞാൻ ഇപ്പൊ തേർഡ് സി എത്തി ബ്രോ, നീ അത് മറന്നോ? തേർഡ് എത്തി. എന്നിട്ട് എനിക്ക് എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നു, എനിക്ക് ഭയങ്കര പാടായിരുന്നു. എടാ അത് എന്തിനാ ഞാൻ ലെവലപ്പ് ചെയ്തതെന്ന് അറിയാം? ഞാൻ ലെവലപ്പ് ചെയ്യാൻ വേണ്ടി ലെവലപ്പ് ചെയ്തതല്ല, എനിക്ക് സൂപ്പർ ഹ്യൂമൻ വേണമായിരുന്നു, അതിനാണ്. ഒരു 117 മാസ്റ്റർ കൊണ്ടുണ്ടെങ്കിൽ എനിക്ക് സൂപ്പർ ഹ്യൂമൻ കിട്ടും. 10 അയറിന് മതിയോ? ആ മതിയാവും. എന്നിട്ട് എനിക്കൊരു ഒരു വലിയ ഗെയിം ആർമർ ഉണ്ടാക്കണം, അതിന് നമുക്ക് പിന്നെ പോയി എടുക്കാം. ഞാൻ പിന്നെ സെറ്റാക്കി. ആ ഞാൻ വീഴാതിരിക്കാൻ നീയും കൂടെ പ്രാർത്ഥിക്കണം. ഏ ഞാൻ വീഴാതെ ഇരിക്കാൻ നീയും കൂടെ പ്രാർത്ഥിക്കണം. ആ ഓ എടാ എന്നെ മിസ് ക്ലിക്ക്. യു ആർ എ മിസ്റ്റേക്ക്. പോടാ. വുൾഫ് ഗെയിമിംഗ് 2836 അറൈവ്ഡ് ഓൺ 67 പ്ലാറ്റ്ഫോം ഇടാം. 7. ഏ 67 ഇടാൻ പറ്റായിരുന്നു. 36 അറിയാം. എന്നാ ഞാൻ ലീവ്സ് എടുക്കട്ടെ. ലീവ് ശരിയാ. ലീവ്സ് എടുത്ത് ലീവ്സ് എടുത്തോ. ലീവ്സും അവലിനും കുറച്ച് വുഡും വേണ്ടി വരും. എടാ ഒരു കാര്യമുണ്ട്, നീ അയൺ എടുത്തത് നന്നായി, അത്ര എണ്ണം നമുക്കൊരു 8 ലാൻഡാൻ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ എടാ ലാൻഡേണ് ഉണ്ടാക്കാൻ ഇച്ചിരി അയറം കൂടുതലാണ്. അയണൊന്നും വേണ്ട, ഇൻഗട്ടം കണ്ട് മതി തോന്നുന്നു. അയണിന്റെ ഇൻഗട്ടാന്ന് തോന്നുന്നു വേണ്ട. എടാ അതെന്തിയടാ അയൺ എന്തിയടാ, സ്മെൽറ്റ് ചെയ്യാണ്ടിരിക്കാണോ? ഇപ്പഴോ ഓർത്ത എന്ത്? ഇയേഴ്സ് പെട്ടെന്ന് പോകുന്നതാ. ഏ ഇയേഴ്സ് പെട്ടെന്ന് ഡ്യൂറബിലിറ്റി തീർന്നു. സ്പിയറിന്റെയോ? ഹിയർ മനസ്സിലായില്ല എന്നെ. മറ്റേ ഷിയർസ് ഇല്ലേ? ഷീർ. ഓ
ആ ഗൈസ് ഇവിടെ പണ്ടത്തെ 40. ഓക്കെ തീരുമാനം. എത്രണ്ണം കിട്ടി? Wait. 3 സ്റ്റാക്കിന്റെ മോളിൽ. ആ ഓക്കെ നൈറ്റ് ആയപ്പോഴത്തേക്ക് നമ്മുടെ വീട് കിടിലം ഗൈസ്, സെറ്റ്. ഞാൻ ഉണ്ടാക്കിയതായിട്ട് പറയല്ല കേട്ടോ, കിടുക്കാച്ചി. എടാ ഇനി ആയതുണ്ടോടാ? എടാ ഒന്ന് കിടന്നേടാ, അല്ലെങ്കിൽ ഇനിയിപ്പോ ചുമ്മാ അവന്മാര് സോംബിസൊക്കെ ചെല്ലിഞ്ഞ്. എടാ അവൻ AFK പോയായിരുന്നു തോന്നുന്നു. കുഴപ്പമില്ല, നമുക്ക് കിടക്കാം. ഒരേസമയം കണ്ട അവൻ AFK പോയതായിരിക്കും മിക്കവാറും. ഓ പിന്നെ ഞാൻ മൈനിങ്ങിനൊക്കെ പോകണല്ലോ. എടാ അവനെ ലീഫ് ഡ്രോപ്പ് ചെയ്തില്ലോ. ശ്ശി. എടാ എന്ത് കഷ്ടമാണ് ഇപ്പോഴത്തെ. കുഴപ്പമില്ല, സാരില്ല. എടാ വെറുതെ ഇത്ര സ്ലാബും കളഞ്ഞു, തേങ്ങാക്കോല. ശ്ശി. ഓക്കെ സാരില്ല, സ്ലാബ് കുറെ വെളിയിൽ പോയി, കുറെ വേസ്റ്റ് ആയിപ്പോയി. പക്ഷെ കുഴപ്പമില്ല, നമുക്കൊരു സ്റ്റേഴ്സ് വേണം ഗൈസ്. ഇടം മാറ്റി വെച്ചിട്ട് ബാക്കി മൊത്തം ലോക്ക് സ്റ്റെയർ. ഓ ഗൈസ് ഇങ്ങനെ ചെയ്യണമെന്ന് തോന്നുന്നു. നല്ല പാടാണ്. നിനക്ക് നല്ല ബോറാവുന്നുണ്ടോന്നൊന്ന് പറ ഗൈസ്, താഴെ കമന്റ് ചെയ്താൽ മതി. അങ്ങനെ ഉണ്ടാവും. നമുക്ക് വേണ്ടി 4 ലാൻറ്റേണും കൂടി തൂക്കണം ഗൈസ്. പക്ഷെ അതിനുള്ള അയണില്ല ഇപ്പൊ അയണില്ല ഗൈസ് ഇപ്പൊ കറണ്ടില്. ഇവിടെ ഇഷ്ടംപോലെ മിസ്ക്ലിക്ക് വരുന്നുണ്ട്. അവസാനം ഇനി വീട് മുഴുവൻ നടന്ന നമ്മള് മിസ്ക്ലിക്ക് തിരുത്തണം. ആണ്ട കിടക്കുന്നു. ചേട്ടാ ഇത് എന്ത് കഷ്ടമാടാ. കുറച്ച് സ്റ്റെയർ കൂടി പേശു, കുഴപ്പമില്ലാതെ ഇരുന്നോട്ടെ. ഓക്കെ ഇനി മണ്ടയിലത്തോട്ടുള്ള ഇത് വെക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കും. ഒരുപാട് മിസ്ക്ലിക്സ് ഉണ്ടായിരുന്നു ഗൈസ്. കേസ് വീട് കാണാൻ കൊള്ളാൻ തോന്നുന്നു. പക്ഷെ നമുക്ക് തൽക്കാലം വേണ്ടത് കുറച്ച് ഗ്ലാസ് ആണെന്നുണ്ടോ നോക്കട്ടെ. ഓക്കെ നമ്മുടെ വീട് ഇത്രയും സെറ്റ് ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. നമുക്ക് കുറച്ച് ലീഫൊക്കെ ഒന്ന് അവിടെ ഇവിടെയൊക്കെ വെക്കണം. ഞാൻ പതിയെ ചെയ്തോളാം ഗൈസ്. അതൊക്കെ ഓഫ് ക്യാമറയിൽ ഞാൻ പതിയെ ചെയ്തോളാം, അല്ലെങ്കിൽ അടുത്ത വീഡിയോയിലൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മുടെ വീട് ഇത്ര സെറ്റ് ആയിട്ട് എനിക്ക് ഗ്ലാസ് കിട്ടിയെന്ന് വെച്ചാൽ ആ ഒരു ഡയറക്ഷനിലോട്ട് അങ്ങോട്ട് പോയപ്പോൾ അവിടെ ഒരു പ്ലെയിൻസ് ഉണ്ട്. പ്ലെയിൻസിൻ്റെ തൊട്ടടുത്തായിട്ടൊരു പോലെ ഒരു ഇതുണ്ട്. അവിടെ ഞാൻ പോയി സാധനം മെൻ ചെയ്ത് കൊണ്ടിട്ട് ഓൾമോസ്റ്റ് ഒരു സ്റ്റാക്കും 13 അങ്ങോട്ട് കിട്ടിയായിരുന്നു. അതെല്ലാം പെയിൻസ് ആക്കിയാണ് വെച്ചിട്ട്. പക്ഷെ ഇപ്പം കാണാൻ കുറച്ച് ഭംഗിക്കുറവുണ്ട്, കാരണം ഞാൻ ബോർഡർലെസ് ഗ്ലാസ് ഇട്ടിട്ടില്ല ഗൈസ്. ആ മോഡ് ഇട്ടിട്ടില്ല. അതേ മതി ഇട്ടോളാം ഗൈസ്. അത് ഇട്ടിട്ട് നമുക്ക് സെറ്റാക്കാം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്ര ഞാൻ ചെയ്യുന്നുള്ളൂ. കിടക്കാൻ കൂടി ചെയ്തേക്കാം. അവിടെ ഏതൊക്കെ മോൺസ്റ്റേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. മറ്റേ മോൺസ്റ്റേഴ്സ് അല്ല, എൻ്റെ പേരിനെ പില്ലേജേഴ്സ് ഗൈസ്, പില്ലേജേഴ്സ്. അവനെ തട്ടിയില്ല, കാരണം എനിക്ക് സമയക്കുറവുള്ളതുകൊണ്ടേ അവൻ്റെ ഇതങ്ങ് വേഗം ക്രിയേറ്റ് ചെയ്യാൻ ഓർത്തു. ഇവിടെ 2 ലീവ്സ് കൊണ്ട് വെച്ചു ഗൈസ്. അത് ഡ്രോപ്പായി കിടന്നാൽ കുഴപ്പമില്ല ഗൈസ്, അത് നമുക്ക് ചെയ്യാം, അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത്രേ ഉള്ളൂ. ഇതിനെ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഗൈസ്. അതുപോലെ തന്നെ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് എത്രയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് ഉള്ളതെല്ലാം നിങ്ങളങ്ങ് ചെയ്തേക്കുക. പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ ഗൈസ്.